നിങ്ങളുടെ കുട്ടി നിങ്ങളോട് എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ പറയുന്നത് ഇവിടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യോ, അതോ കുഞ്ഞ് അപ്സെറ്റ് ആകരുത് എന്ന് കരുതി അവർ പറയുന്ന എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കൂ? ഈ രണ്ട് മാർഗങ്ങളല്ലാണ്ട് ഇനി ഒരു വഴി കൂടിയുണ്ട്. അതായത് കുട്ടിയുടെ ഫീലിംഗ്സിനെ റെസ്പെക്ട് ചെയ്യുകയും അതേസമയം നോ പറയേണ്ടടുത്ത് നോ പറയുകയും ചെയ്യുന്ന ഒരു പാരന്റിംഗ് സ്റ്റൈൽ. അതാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വരുന്നത്, കുട്ടിയുടെ ഫീലിംഗ് അംഗീകരിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബൗണ്ടറി ഉറപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? അതിന്റെ ആൻസർ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ സ്ക്രീൻ ടൈം മുതൽ ടാൻട്രംസ് വരെയും ഫുഡ് റെഫ്യൂസൽ മുതൽ ഹിറ്റിംഗ് വരെ പല പാരന്റിംഗ് സിറ്റുവേഷൻസും നമുക്ക് ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്ന് കേൾക്കുമ്പോൾ പല പേരൻസിനുള്ളൊരു കൺഫ്യൂഷനാണ്. കുട്ടിയെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം എന്നാണോ? അങ്ങനെയല്ല. എന്നാൽ കുട്ടിയെ പറയുന്ന എല്ലാം സമ്മതിക്കണം എന്നാണോ? അങ്ങനെയല്ല. അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്നത് സ്നേഹത്തിന്റെ വാംതോടെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് പേരൻസ് ഗൈഡ് ചെയ്യുന്ന കുട്ടിയുടെ വയസ്സിന് അനുസൃതമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പാരന്റിംഗ് സ്റ്റൈലാണ്. അഥവാ കുട്ടിയോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹമുണ്ട്, കുട്ടിയുടെ ഫീലിങ്സ് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാരന്റ്സ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിനർത്ഥം കുട്ടി പറയുന്നതെല്ലാം സമ്മതിക്കും എന്നല്ല. പേരൻസ് ആണ് ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ബൗണ്ടറി സെറ്റ് ചെയ്ത് റൂൾസ് വെക്കുമ്പോൾ പേരൻസ് ഒരിക്കലും കുട്ടീനെ ഭയപ്പെടുത്തുകയോ അവരെ അപമാനിക്കുകയോ ചെയ്യില്ല. ഇനി വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു സെന്റൻസിൽ അതോറിറ്റേറ്റീവ് പാരന്റിംഗ് പറഞ്ഞു തന്നാൽ, കുഞ്ഞിന്റെ ഫീലിങ്സിനെ പാരന്റ് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ തെറ്റായ ബിഹേവിയർ അനുവദിക്കാതിരിക്കുന്ന ഒരു സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. കുട്ടിക്ക് ദേഷ്യം വരാം, ഓക്കെ, കുട്ടിയുടെ ദേഷ്യം എന്ന ഫീലിംഗ് അവിടെ ഓക്കെയാണ്. പക്ഷേ ദേഷ്യം വന്നു എന്ന് കരുതി അടിക്കാൻ പാടില്ല. കുട്ടി കരയുന്നുണ്ട്, കുട്ടി അലമുറയിട്ട് കരയുന്നുണ്ട്, അത് ആ പേരന്റിന് ഓക്കെയാണ്. ബിക്കോസ് കുട്ടിയുടെ ഫീലിംഗ് അവിടെ എക്സ്പ്രസ് ചെയ്യാണ്. പക്ഷേ അലറി കരഞ്ഞ് സങ്കടം വന്നിട്ട് സാധനങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ബൗണ്ടറിയും റൂളും. ഒരു സാധാരണ വീട്ടിലെ ഒരു സീൻ നമുക്ക് നോക്കാം. ഒരു 2 വയസ്സുകാരൻ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ പറയുന്നത്, മോനെ കളി നിർത്താം, വരൂ നമുക്കൊന്ന് കഴിക്കാം. അപ്പൊ കുട്ടി എന്തായിരിക്കും പറയാ? ആസ് യൂഷ്വൽ നോ, അല്ലെങ്കിൽ ഇല്ല, വരില്ല, വേണ്ട എന്നുള്ളതായിരിക്കും. അപ്പൊ വീണ്ടും അമ്മ, വാ മോനെ, അപ്പോൾ എനിക്ക് വരണ്ട. അതോറിറ്റേറ്റീവ് പാരന്റ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇന്നെനിക്ക് ഇനിയും കളിക്കണം എന്ന് മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക്, പക്ഷേ ഇതിപ്പോ ഫുഡ് കഴിക്കാനുള്ള സമയമാണ്, നമ്മൾ ഫുഡ് കഴിച്ചേ മതിയാവുള്ളൂ. ഇനി മോൻ ഇങ്ങോട്ട് വരുന്നുണ്ടോ അതോ അമ്മ അങ്ങോട്ട് വരണമോ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കുഞ്ഞിന്റെ ഫീലിങ്സ് അമ്മ മനസ്സിലാക്കി. അമ്മ കളിക്കണം എന്നുള്ളത് കുഞ്ഞിന്റെ ഫീലിംഗ് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെ ബൗണ്ടറി മാറുന്നില്ല, അല്ലെങ്കിൽ റൂള് മാറുന്നില്ല. അതാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. അവൾക്ക് തോന്നുന്നുണ്ട് ആ ഡോക്ടർ അവിടെ ഇരുന്ന് പറയുന്ന എൻ്റെ ഉണ്ടാവുള്ളൂ, ഇതിപ്പോ അതായത് വീട്ടിൽ നടക്കുന്ന നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ഈ പറയുന്ന പോലെ അനുസരിപ്പിക്കുക വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാനിങ്ങനെ സ്നേഹത്തോടെയൊക്കെ കുഞ്ഞിനോട് പറഞ്ഞാൽ ഇതാരും കേൾക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അതോറിറ്റേറ്റീവ് പാരന്റിംഗ് എന്നത് 20 മിനിറ്റ് കുഞ്ഞിനോട് നെഗോഷിയേറ്റ് ചെയ്ത് അടിയുണ്ടാക്കി സമ്മതിച്ചെടുപ്പിക്കുക എന്നുള്ളതല്ല. അതൊരിക്കലും ഒരു പ്ലീസ് 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 എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിൽ നിന്ന് പെർമിഷൻ വാങ്ങുന്ന സിറ്റുവേഷനും അല്ല. ഒരിക്കലും പാരന്റിംഗ് എന്നത് ഒരു ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ അല്ല. ചില കാര്യങ്ങളിൽ പാരന്റ് തന്നെയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. കാരണം റോഡ് സേഫ്റ്റി, ഫുഡ് കഴിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം നിശ്ചയിക്കുന്നത്, സ്ക്രീൻ ടൈം ലിമിറ്റേഷൻസ്, ഇതെല്ലാം ഒരു ക്ലിയർ ബൗണ്ടറി പാരന്റ് തന്നെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫേം ആകാം, പക്ഷെ നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടോ അപമാനിച്ചുകൊണ്ടോ ഒരു ഹാർഷ് ആയിട്ടുള്ള രീതിയിലല്ല നമ്മൾ അനുസരണം പഠിപ്പിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് സ്ക്രീൻ ടൈം. ഇതിപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാ പേരൻസും നേരിടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് പേരൻസ് ഇപ്പോൾ ആദ്യം പറയുന്നത് ഒരു അരമണിക്കൂർ നേരം സ്ക്രീൻ കണ്ടിട്ട് തിരിച്ചു തരണം എന്നായിരിക്കും. തിരിച്ചു തരാൻ വേണ്ടിയിട്ട് മൊബൈൽ ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്നത്, ഒരു 5 മിനിറ്റ് കൂടി അമ്മേ, ഒരു 5 മിനിറ്റ് കൂടി അച്ഛാ, അല്ലെങ്കിൽ വീണ്ടും ചോദിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് കൂടി എന്ന് പറയും. അതോറിറ്റേറ്റീവ് പേരന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, പറയേണ്ടത് നിനക്ക് കാണണം നമുക്കറിയാം, പക്ഷേ 20 മിനിറ്റ് ആയിരുന്നു അല്ലെങ്കിൽ അരമണിക്കൂറായിരുന്നു സമയം, ഇന്നത്തെ സമയം കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? കരച്ചിലായിരിക്കും. കുഞ്ഞിന്റെ റിയാക്ഷൻ നന്നായിട്ട് കരയും. അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് വേസ് ഫൈൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് മോനിപ്പോൾ പുറത്ത് കളിക്കാൻ പോകണോ അതോ വായിക്കണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, അങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് അപ്സെറ്റ് ആകാം, ഓക്കെ, കരയണമെങ്കിൽ കരയാം, അപ്സെറ്റ് ആകാം, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ നമുക്ക് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കണ്ടുപിടിക്കാം. അതോറിറ്റേറ്റീവ് പേരന്റ് ഒരിക്കലും ഷൗട്ട് ചെയ്യുന്നില്ല, കുഞ്ഞിനെ ത്രട്ടൻ ചെയ്യുന്നില്ല. കരഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് അവിടെ ആ റൂളിനോ ബൗണ്ടറിക്കോ ഒരു മാറ്റവും പേരന്റ് വരുന്നില്ല. ഇതാണ് അതോറിറ്റേറ്റീവ് പാരന്റിംഗ്. വേറൊരു സിനാരിയോ നോക്കാം. അതായത് ആഹാരം കഴിക്കാതിരിക്കുന്ന കുട്ടി. അപ്പോൾ പേരന്റ് പറയുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട്
കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, മോൻ കഴിച്ചേ പറ്റുള്ളൂ, അമ്മ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, പ്ലീസ് മോനെ പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞ് ഒരിക്കലും കഴിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞിനെ ഭയങ്കര ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഫുഡുമായിട്ട് വരുന്നത്. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻറ്റ് പറയുന്നത് ഇന്നത്തെ ഫുഡ് ഇതാണ്, മോന് ചപ്പാത്തി ഉണ്ട്, അല്ലെങ്കിൽ ചോറുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ട്, മുട്ടയുണ്ട്, ഇപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കഴിക്കാം. അപ്പോൾ അവിടെ നമ്മളൊരു ചോയ്സ് ആയിട്ടാണ് കുഞ്ഞിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ കുഞ്ഞിൽ ചോയ്സസ് എടുത്തേ മതിയാവുള്ളൂ. അവിടെ കഴിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ പാരൻറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ചോയ്സ് വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് ഇങ്ങനെയുള്ള സിനാരിയോയിൽ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിന് ഏറ്റവും മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ തമ്മിൽ അടികൂടുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായ ഒരു കുട്ടിയെ എങ്ങനെ അതോറിറ്റേറ്റീവ് പേരൻറ്റ് മാനേജ് ചെയ്യും നോക്കിയാൽ, കുഞ്ഞിനെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കാൻ പറ്റില്ല, മോശം കുട്ടിയാണെന്ന് ലേബൽ ചെയ്യാൻ പറ്റില്ല. കാരണം അത് അവരുടെ കുഞ്ഞു മനസ്സിനെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ നിനക്ക് ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ അടിക്കാൻ പാടില്ല. ദേഷ്യം വന്നാൽ കൈകൊണ്ട് അടിക്കാതെ നമുക്കത് പറയാം, ദേഷ്യം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാം. ഇവിടെ പേരൻറ്റ് കുട്ടീനെ പറഞ്ഞില്ല, അവിടെ ഒരിക്കലും കുട്ടീനെ ബാഡ് ബോയ് ആണെന്നൊരു ലേബൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ബിഹേവിയർ അല്ല കുട്ടി, ബിഹേവിയർ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് പേരൻ്റ് അത് കറക്റ്റ് ചെയ്താൽ കുഞ്ഞിനെ നമുക്ക് അടുത്തൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആവാതെ നമുക്ക് മാറ്റാൻ പറ്റും. കുട്ടിയുടെ സെൽഫ് എസ്റ്റീമിന് പാരന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കുഞ്ഞിന് മനസ്സിലായാൽ അത് അവർക്ക് വളരെ വലിയൊരു കാര്യമായിരിക്കും. വേറൊരു സിനാരിയോ വരുന്നത് ഇപ്പോൾ എക്സാം മാർക്സ് ഫെയിലിയർ സിറ്റുവേഷൻ. അതായത് സ്കൂളിൽ പോകുന്നൊരു കുട്ടി എക്സാമിന് മാർക്ക് കുറഞ്ഞു, ഒരു അതോറിറ്റേറിയൻ ആയിട്ടുള്ള പാരന്റ് പറയുന്നത് നീ പഠിച്ചില്ല, ഇനി മുതൽ നിനക്ക് ഫോണേ ഇല്ല, കളിക്കാനും പാടില്ല എന്ന് പറയും. പെർമിസീവ് പാരന്റ് പറയുക ഓക്കെ മാർക്സ് എന്നൊരു പ്രശ്നമേ അല്ല, എന്തെങ്കിലും ആകട്ടെ കുഴപ്പമില്ല എന്ന് പറയും. അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരന്റ് എന്താ പറയാന്ന് വെച്ചാൽ, മാർക്ക് കുറഞ്ഞതിൽ അമ്മയ്ക്കും വിഷമമുണ്ട്, മോനും വിഷമമുണ്ട്, അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇനി നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് ആയത് എന്ന് നോക്കാം. സ്റ്റഡി മെത്തേഡ് നമുക്ക് ഒരുമിച്ച് മാറ്റാം. എന്തെങ്കിലും സഹായം, എവിടെയാണ് മോന് സഹായം വേണ്ടത് നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇവിടെ കുഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്, എൻ്റെ പേരൻസ് എനിക്ക് എതിരല്ല, എന്നെ സഹായിക്കാനാണ് അവരുള്ളത്. അപ്പോൾ ഫെയിലിയർ വരുമ്പോൾ പണിഷ്മെൻറ്റ് മാത്രമല്ല, അവരൊരു പ്രോബ്ലം സോൾവിങ് ആണ് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ നാളെ അവർക്കൊരു പ്രശ്നം വന്നാലും അവർ അമ്മയുടെ അച്ഛൻ്റെ അടുത്തായിരിക്കും ആദ്യം ഓടി വരുന്നത്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുണ്ട്. അതായത് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത് എൻ്റെ കുട്ടി ഒരിക്കലും കരയില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഒരിക്കലും വാശി പിടിക്കില്ല, എൻ്റെ കുട്ടി എല്ലായ്പ്പോഴും പാരൻറ്റിനെ അനുസരിക്കും. പക്ഷേ അങ്ങനെയല്ല. എത്ര ബൗണ്ടറി വെച്ചാലും കൊച്ച് കരയേണ്ട സമയത്ത് കരയും, കൊച്ച് വാശി പിടിക്കുമ്പോൾ വാശി പിടിക്കും, ടാൻട്രംസ് വരുമ്പോൾ ടാൻട്രംസ് കാണിക്കും, ഈവൻ നമ്മളെ ഹെയ്റ്റ് ചെയ്യും എന്ന് വരെ പറയും. പക്ഷേ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പാരൻറ്റിൻ്റെ ജോലി എപ്പോഴും കൊച്ചിന് ഹാപ്പി ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അവരെ ഒരു സേഫായിട്ട് ഇമോഷണലി സെക്യൂർ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് വളർത്താനുള്ള ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെ ജോലി. ഇവിടെ വരുന്ന വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ചില പേരൻസ് പറയും ഡോക്ടർ ചിലപ്പോൾ ഞാൻ കുട്ടിയോട് ഷൗട്ട് ചെയ്യാറുണ്ട്, അപ്പോൾ ഞാനൊരു ബാഡ് പേരൻ്റ് ആണോ? ഇവിടെ പേരൻറ്റിങ് എന്ന് പറഞ്ഞൊരു പെർഫെക്റ്റ് ജോലിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് 100 വാങ്ങിച്ച് പാസ്സാവുകയും വേണ്ട. നമുക്ക് ക്ഷീണമുള്ള ദിവസം ഉണ്ടാവും, നമ്മുടെ ക്ഷമ നശിക്കുന്ന ദിവസങ്ങളുണ്ടാവും, അങ്ങനെയാവും. നമ്മൾ മനുഷ്യരാണ്, ഷൗട്ട് ചെയ്ത് പോവും. അങ്ങനെ സംഭവിച്ചാൽ അവിടെ ഒരു റിപ്പയറിംഗ് ആണ് ചെയ്യേണ്ടത്. കുട്ടിയോട് പറയാം, നമ്മളൊന്ന് കാം ആയതിനു ശേഷം കുട്ടിയോട് പോയി ഓപ്പണായിട്ട് സംസാരിക്കാം. അമ്മ ഇന്നലെ ദേഷ്യപ്പെട്ട് വളരെ ലൗഡായിട്ടാണ് മോനോട് സംസാരിച്ചത്, അത് ശരിയായില്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഐ എം സോറി. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും റൂൾസ് അവിടെ അതുപോലെ വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ സ്ക്രീൻ ടൈം ആണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്ക്രീൻ ടൈം റൂളിൽ അതുപോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവിടെ പവർഫുള്ളായ 2 കാര്യങ്ങളാണ് കുട്ടി മനസ്സിലാക്കുന്നത്. എത്ര വലുതായ ആൾക്കാർക്കും മിസ്റ്റേക്സ് സംഭവിക്കാം. അങ്ങനെ മിസ്റ്റേക്സ് സംഭവിച്ചാലും അവിടെ ഒരു അപ്പോളജി അല്ലെങ്കിൽ സോറി കാരണം നമുക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും ഹെൽത്തി ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഒരു ഹെൽത്തി പാരൻറ്റിങ്. ഇത്തരം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് ലഭിക്കുമ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ലെസൺസ് കുട്ടി പഠിക്കുന്നുണ്ട്. ലൈക്ക് എൻ്റെ ഫീലിങ്സിന് വാല്യൂ ഉണ്ടെന്ന് കുഞ്ഞ് പഠിക്കുന്നു. എല്ലാം കിട്ടിയില്ലെങ്കിലും കുഞ്ഞ് ഞാൻ ലവ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നു. നോ എന്നതൊരു റിജക്ഷൻ വാക്കല്ല എന്ന് കുഞ്ഞ് പഠിക്കുന്നുണ്ട്. എനിക്ക് തെറ്റുകൾ പറ്റാം, പക്ഷെ അതിൽ നിന്ന് ഞാൻ പഠിക്കണം. എൻ്റെ പേരൻസിനോട് എൻ്റെ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും തുറന്നു പറയാം. ഫ്രീഡം ഉണ്ടെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ഒരു കുഞ്ഞ് പിന്നീട് അവരുടെ അഡൾട്ട് ലൈഫിലും അവരുടെ ഫ്രണ്ട്ഷിപ്സിലും അവരുടെ റിലേഷൻഷിപ്സിലും ഒക്കെ കൊണ്ടുപോകുന്ന സ്കിൽസ്. അപ്പോൾ എനിക്ക് പറഞ്ഞു നിർത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ വലിയ സൈക്കോളജി തിയറീസ് ഒന്നും ആലോചിക്കേണ്ട. ഒരു 4 പോയിന്റ് മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കുഞ്ഞിനെ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന്
പാരന്റ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പാരന്റ് ഗൈഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ. പക്ഷേ ഈ ബിഹേവിയർ അനുവദിക്കില്ല. ഒരു ബൗണ്ടറി അവിടെ സെറ്റ് ചെയ്യണം. അതുപോലെ ചോയ്സസ് കൊടുക്കാം. ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചോയ്സസ് വേണമെങ്കിലും അവരുടെ ഓട്ടോണമി അനുസരിച്ച് ചൂസ് ചെയ്യാം. അവരെ കണക്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, ചോയ്സസ് കൊടുക്കുക. ഇതാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ കുട്ടി ടാൻട്രംസ് കാണിക്കുമ്പോഴോ ദേഷ്യം കാണിക്കുമ്പോഴോ കരയുമ്പോഴോ ഒന്ന് ആലോചിക്കുക, എൻ്റെ കുട്ടി എനിക്കെതിരെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ഈ ബിഹേവിയർ, പക്ഷേ അവർ എന്താണ് അവിടെ ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് എന്ന് അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക. അതോടൊപ്പം ഈ ബിഹേവിയർ അനുവദിച്ച് കൊടുക്കാമോ, എവിടെയാണ് നിങ്ങളുടെ റൂൾസ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നും കൂടി തീരുമാനിക്കുക. കുട്ടിക്ക് ഇപ്പോഴും സ്നേഹം മാത്രമല്ല വേണ്ടത്, അവർക്ക് എപ്പോഴും റൂൾസ് മാത്രമല്ല വേണ്ടത്, അവർക്ക് ഒരു സ്നേഹം, എപ്പോഴും സുരക്ഷിതത്വം എന്ന് തോന്നുന്ന ഒരു സ്നേഹമാണ് വേണ്ടത്. അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കുട്ടിയെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നില്ല പേരന്റ്, കുട്ടിയെ ഇവിടെ വിട്ടുകൊടുക്കുന്നുമില്ല, പക്ഷേ കുട്ടീനെ ഗൈഡ് ചെയ്യുകയാണ് പാരന്റ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അമീന എസ്, മദർ ആൻഡ് സൈക്യാട്രിസ്റ്റ്. ഇത് നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ സീരീസിലെ 2nd എപ്പിസോഡായിരുന്നു. അടുത്ത എപ്പിസോഡിൽ കുട്ടി എന്ത് ചെയ്താലും ഓക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന പെർമിസീവ് പാരന്റിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ ഹാപ്പി പാരന്റിങ്. ബൈ.